കാന്തപുര ഉസ്താദ് എത്തി. ആരും ഇരുന്നിടത്ത് നിന്ന് മാറിപ്പോവരുത്. വേദിയിൽ ഉസ്താദ് വേദിയിലേക്ക് കടന്നു വരികയാണ്. ഒരിടവേളയ്ക്ക് ശേഷം ആവേശ പെരുമഴയോടുകൂടി നമ്മുടെ പ്രൗഢമായ വേദിയിലേക്ക് അഭിവന്യ നേതൃത്വം മുസ്ലിം ഉമ്മത്തിനെ വൈജ്ഞാനിക ആത്മീയ സാംസ്കാരിക വഴികളിലേക്ക് നടത്തിയ സുൽത്താനുൽ ഉലമ, പതിതരും പീഡിതരുമാവാൻ വിധിക്കപ്പെട്ട സമൂഹത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് വർണ്ണം നൽകിയ സുൽത്താനുൽ ഉലമ, കനൽ വിരിച്ച വഴികളിൽ കരുത്തിൻ്റെ കാവലാളായവർ, സമസ്തയുടെ അനിഷേധ്യ നേതൃത്വം, ആർത്തലച്ചു വരുന്ന തിരമാലകളെ നെഞ്ചൂക്കുകൊണ്ടെതിരിട്ട ഖായിദുസ്സമാൻ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, ആവേശത്തിൻ്റെ കൊടുമുടിയിലേക്ക് സ്നേഹത്തിൻ്റെ സുമങ്ങളുമായി അഭിവന്യ നേതൃത്വം കടന്നു വരുന്നു. കാലത്തിൻ്റെ ക്യാൻവാസിൽ കനിവിൻ്റെ, അഭയത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ സുവർണമുദ്രകൾ കോറിയിടാൻ സാന്ത്വന കേന്ദ്രം മിഴി തുറക്കുകയായി. ആലംബഹീനർക്കും അശനരർക്കും അത്താണിയായി, സ്നേഹത്തിൻ്റെ മുദ്രയായി സാന്ത്വന കേന്ദ്രം മിഴി തുറക്കുന്നു. സുൽത്താനുൽ ഉലമയുടെ പവിത്രമായ കരങ്ങളിൽ വൈജ്ഞാനിക സാംസ്കാരിക വീഥികളിൽ നിസ്തുല്യമായ നേതൃത്വം നൽകി മുസ്ലിം ഉമ്മത്തിൻ്റെ ഇസ്സത്ത് വാനോളമുയർത്തിയ പണ്ഡിത ശ്രേഷ്ഠർ സുൽത്താനുൽ ഉലമ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, പ്രൗഢമായ ധന്യമായ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയായി. സുൽത്താനുൽ ഉലമ الذي وجه الأمة المسلمة نحو المسار الفكري والروحي وقدم مدينة العلم للأمة ومسح دموع الأيتام والفقراء ومشى عبر الدروب الشائكة. سلطان العلماء هو قائد الزمان، هو رئيس جامعة مركز. സുൽത്താനുൽ ഉലമ, കനൽ വിരിച്ച വഴികളിൽ കരുത്തിൻ്റെ കാവലാളായവർ, സമസ്തയുടെ അനിഷേധ്യ നേതൃത്വം, ആർത്തലച്ചു വരുന്ന തിരമാലകളെ നെഞ്ചോക്കുകൊണ്ടെതിരിട്ട ഖായിദുസ്സമാൻ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, പ്രൗഢമായ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. من ثنيات الوداع وجب الشكر علينا ما دعا لله داع. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. أيها المبعوث فينا جئت بالأمر المطاع، جئت شرفت المدينة، مرحبا يا خير داع.
വേദിയിൽ അഭിവന്യരായ മന്ത്രി, രജിസ്ട്രേഷൻ മ്യൂസിയം, പുരാവസ്തു ആൻഡ് ആർക്കി ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ MP-മാർ, MLA-മാർ, മിനിസ്റ്റർമാർ, എല്ലാ ബന്ധപ്പെട്ട ആളുകൾക്കും ഞാൻ ഇവിടെ വന്നതിൽ സന്തോഷം പറഞ്ഞുകൊണ്ട് രണ്ട് വാക്ക് നിങ്ങളോട് പറയുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായപ്പോൾ ഹിറാ പർവ്വത ഗുഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് റിസാലത്തിൻ്റെ പ്രഖ്യാപനം നടത്തി, റസൂലായി പ്രഖ്യാപിച്ചു, അവിടത്തേക്ക് വഹി നൽകി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറിയ ഒരു ഭയം. എന്താണ് ഭയം? ഇപ്പം ഇവിടെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഉദ്ഘാടനത്തിന് പന്തലും സൗകര്യങ്ങളുമെല്ലാം ചെയ്യുമ്പോൾ ഇവിടുത്തെ SYS-ൻ്റെ പ്രവർത്തകന്മാർക്ക് പേടിയുണ്ടാവുമല്ലോ. പടച്ചവൻ ഞങ്ങളിതൊക്കെ ചെയ്ത് വിജയിക്കുമോ, പ്രസംഗിക്കാനായിട്ടവരൊക്കെ വരുമോ, വിജയിക്കുമോ ഇല്ലേ എന്നുള്ള ചെറിയ സംശയം സാധാരണ സ്വാഭാവികമാണ്. ഒരു വീട്ടിൽ കല്യാണം നടത്താൻ നിശ്ചയിച്ചാൽ അത് കഴിയുന്നത് വരെ വീട്ടുകാരന് വളരെ പരിഭവമാണ്. എന്ന പോലെ വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ കഴിഞ്ഞ കാലത്തിലേക്ക് ചിന്തിക്കുകയാണ്. കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെ കൊല്ലുകയും അത് തന്നെ മനുഷ്യത്വരഹിതമായ രീതിയിൽ മരത്തിൻ്റെ ഉള്ളിൽ ഒളിച്ച സക്കരിയ നബി അലൈഹിസ്സലാമിനെ മരം മുറിച്ചുകൊണ്ട് നടുവിൽ ഈർച്ചവാൾ വെച്ച് 2 കഷ്ണമാക്കി കളഞ്ഞ ജനങ്ങൾ, അക്രമികൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ മുമ്പിലേക്കാണല്ലോ ഞാൻ ഈ തൗഹീദിൻ്റെ പ്രഖ്യാപനവുമായി ചെല്ലുന്നത്. അപ്പോൾ എനിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എന്തായിരിക്കും എന്ന് ആലോചിച്ച് ചെറിയ ഒരു ഭയം. ആ ഭയത്തോടു കൂടി വീട്ടിൽ വന്ന് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, എന്നെ പുറപ്പെട്ട് മൂടി തരണം, ഞാനത് കിടക്കട്ടെ. അവനെ പുറപ്പെട്ട് മൂടിക്കിടന്ന് ആ സമയത്ത് ഖദീജ ബീവി ചോദിച്ചു, എന്താണ് ഇവിടത്തേക്ക് വിഷമം സംഭവിച്ചത്? അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ ഒരു ബേജാറാണ്. ആ സമയത്ത് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, വല്ലാഹി ലാ യുഖ്ദീകല്ലാഹു അബദ. അള്ളാഹുവിനെ തന്നെ സത്യം, തങ്ങളെ അള്ളാഹു തആല പരാജയപ്പെടുത്തുകയില്ല. എന്തുകൊണ്ട്? ഇന്നക ലതഹ്മിലുൽ കല്ല. അവിടുന്ന് സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്തുന്ന ആളാണ്, ജനങ്ങളെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളാണ്. എന്ത് വിഷമം വന്ന് പറഞ്ഞാലും അത് ഞാൻ ഏറ്റെടുത്ത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ച് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന ആളാണ് തങ്ങൾ.
തസ്തുക്കുൽ ഹദീസ സത്യം മാത്രം പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ്. തസിലുർ റഹിമ കുടുംബബന്ധത്തെ ചാച്ചബന്ധത്തെ ചേർക്കുന്ന ആളും ഒത്തുഈനു അലാ നവാഇബിൽ ഹഖി സത്യവും അസത്യവും കൂടി ഏറ്റുമുട്ടുന്നത് കണ്ടാൽ സത്യത്തിൽ മാത്രം നിൽക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് തങ്ങൾ. അതുകൊണ്ട് ഈ 4 കാര്യമുള്ള ഒരു മനുഷ്യരെയും അള്ളാഹു പരാജയപ്പെടുത്തുക. നബിതങ്ങൾ അത് ഏറ്റവും മുൻപന്തിയിലാണല്ലോ. അതുകൊണ്ട് അള്ളാഹു ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ചു. അതിലാദ്യമായി പറഞ്ഞത് സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്തുക, സാധുക്കളെ സംരക്ഷിക്കുക, സഹായിക്കുക. ഇതാണ് ആദ്യമായി പറഞ്ഞത്. ഇത് ചെയ്യുന്ന ആളുകളെ അള്ളാഹു പരാജയപ്പെടുത്തുക. പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് ചോദിക്കുന്നു, ഫലക്ക് തഹമൽ അഖബ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരുപാട് കടമ്പകൾ വിട്ടുകടക്കേണ്ടതുണ്ട്. എന്താണ് നിങ്ങളതിലേക്ക് കടക്കാത്തത്, അതിൽ പ്രവേശിക്കാത്തത് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അല്ലാഹു തആല ചോദിക്കുന്നു, ഉമാ അദ്റാക മൽ അഖബ, അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കവാടം അതെന്തൊക്കെയാണ് എന്ന് അറിയാമോ? ഒന്നാമതായി ഫക്കു റഖബത്തിൻ, സാധുക്കളെ സംരക്ഷിക്കലാണ്. ഔ ഇത്ആമുൻ ഫി യൗമിൻ ദി മസ്ഗബത്തിൻ യതീമിൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. അതുപോലെ യതീമുകൾക്കും മിസ്കീന്മാർക്കും ഭക്ഷണം കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുക. ഏതൊരു വിഷമഘട്ടത്തിൽ പെട്ട ആളുണ്ടോ അവരെ സഹായിക്കുക. അതാണ് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കവാടം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്വാതന്ത്ര്യ കേന്ദ്രം ഇവിടെ ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് എല്ലാം തികഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്തതാണ് എന്ന് നിങ്ങൾ കരുതാതെ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കണം. അൽഹംദുലില്ലാഹ് SYS ആദ്യമായി ഉദ്ഘാടനം ചെയ്ത സാന്ത്വനം തിരുവനന്തപുരം ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുമ്പിലുള്ള വലിയ ഒരു കെട്ടിടമാണ്. അത് കഴിഞ്ഞ് പിന്നെ മലപ്പുറത്തും കൊല്ലത്തും മറ്റ് പല ജില്ലകളിലും എറണാകുളത്തും എല്ലാം സ്വാതന്ത്ര്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലുള്ള സ്വാതന്ത്ര്യ കേന്ദ്രം ഇവിടെ ആസ്പത്രിയിൽ വരുന്ന രോഗികളുടെ കൂടെ നിൽക്കുന്നവർക്കും രോഗികൾക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കും എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കാനാണ് എന്ന് നിങ്ങളെ കേൾപ്പിച്ചുവല്ലോ.